തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, എന്തൊക്കെയാണ് പുതുതായി വരുന്ന വിവരങ്ങൾ? ദിവിഷ, ഈ കേസിന്റെ വിധി പ്രസ്താവം ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ച് ഇപ്പോഴും തുടരുകയാണ്. SBIക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം രാജ്യത്തിന്റെ 1-ാം നമ്പർ ബാങ്കായ SBIക്ക് ഈ പ്രശ്നങ്ങൾ ഈ സമയബന്ധിതമായി തന്നെ പരിഹരിക്കാൻ വേണ്ടി കഴിയാവുന്നതായിരുന്നുവെന്ന് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് SBIക്ക് ഈ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് മറികടക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയില്ലായിരുന്നു എന്നായിരുന്നു സുപ്രീം കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. വളരെ വിശദമായൊരു ഉത്തരവാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് തന്നെ ഈ കോടതിയിൽ ഈ കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ടാണ് SBI തങ്ങൾക്ക് ഈ ബോണ്ടിന്റെ വിവരങ്ങൾ കൈമാറാൻ വേണ്ടി കഴിയാത്തത് എന്നതിനെ സംബന്ധിച്ച് സാൽവെ നൽകിയ വിശദീകരണമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് തൻ്റെ വിധി പ്രസ്താവത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സാൽവെ കോടതിയിൽ പറഞ്ഞിരുന്നത് ഈ രണ്ട് പ്രത്യേക സ്ഥലങ്ങളിലാണ് ഈ ബോണ്ടിൻ്റെ വിശദാംശങ്ങൾ SBI സൂക്ഷിക്കുന്നത്. ഒന്നാം ഭാഗത്ത്, അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് ഈ ബോണ്ട് വാങ്ങിയവരുടെ വിശദാംശങ്ങൾ, അതായത് എത്ര ബോണ്ട് വാങ്ങി അതിൻ്റെ KYC ഡീറ്റെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ, രണ്ടാം ഭാഗത്താണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്താണ് ഈ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് അത് നൽകി എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുള്ളത്. ഇത് രണ്ടും തമ്മിൽ സംയോജിപ്പിക്കുന്നതിന് കുറച്ചുകൂടി സമയം വേണമെന്നായിരുന്നു അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കോടതിക്ക് ഇതിനോട് യോജിപ്പില്ല എന്നാണ് വിധി പ്രസ്താവത്തിൻ്റെ ഈ ഘട്ടം വരെയുള്ള ഈ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശരി, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. കോടതി SBIയുടെ വളരെ കൃത്യമായ ചില വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കിന് ഈ സാങ്കേതികത്വം പറഞ്ഞ് ഇതിനെ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ബോണ്ടിൻ്റെ വിവരങ്ങൾ കമ്മീഷന് കൈമാറണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആരൊക്കെ ബോണ്ട് വാങ്ങിയെന്ന് ഉടൻ പറയാം, പക്ഷേ ഏതൊക്കെ പാർട്ടികൾക്കാണ് ഇത് എന്നത് പറയാൻ, ബോണ്ടുകൾ സ്വീകരിച്ചതെന്ന് പറയാൻ കുറച്ചുകൂടി സമയം വേണമെന്നാണ്, സാങ്കേതികമായതിന് കുറച്ച് സമയം വേണമെന്നാണ് SBI കോടതിയിൽ വാദിച്ചത്. പക്ഷേ അതിനോട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഒരു വിമർശനം ഉണ്ടായതും. ബാലഗോപാൽ, വളരെ സജീവമായി പ്രതിപക്ഷം ഒക്കെ വളരെ കാര്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റങ്ങളിൽ ഒന്നായി അവരിതിനെ കരുതുകയും ചെയ്തതാണ്. പക്ഷെ കോടതിയിൽ അതിനല്പം തിരിച്ചടിയേക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതും ഇത് വേണമെന്ന നിലയ്ക്ക് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയതും? ദിവിഷ, ഇപ്പോൾ ഈ കോടതിയിൽ നടക്കുന്നത് SBI ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണങ്ങൾ, അത് ഉത്തരവിൽ ചീഫ് ജസ്റ്റിസ് രേഖപ്പെടുത്തുന്നതാണ് നമുക്കിപ്പോൾ ഈ കോടതിയുടെ ഈ നടപടിക്രമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം SBIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹരീഷ് സാൽവെ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഈ ബോണ്ട് വിവരങ്ങൾ ഇപ്പോൾ കൈമാറാൻ വേണ്ടി കഴിയില്ല, അതായത് സുപ്രീം കോടതി നിശ്ചയിച്ചിരുന്ന ഈ സമയപരിധിക്കുള്ളിൽ അത് ചെയ്യാൻ വേണ്ടി കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് നേരത്തെ വിശദീകരിച്ചിരുന്നു. SBI കോടതിയിൽ അറിയിച്ചത് ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും തങ്ങൾ പരസ്യപ്പെടുത്താൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ വേണ്ടി തങ്ങൾക്ക് കഴിയും, പക്ഷേ അതിന് കുറച്ചുകൂടി സമയം വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ജൂൺ 30 വരെ സമയം വേണമെന്നായിരുന്നു ആദ്യം SBI സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന അപേക്ഷയിൽ ആവശ്യപ്പെട്ടതെങ്കിലും ഇന്ന് കോടതിയുടെ ഈ ശക്തമായ നിലപാടിന് ശേഷം SBIയുടെ അഭിഭാഷകൻ ഹരീഷ് സാൽവെ കോടതിയിൽ 3 ആഴ്ചയെങ്കിലും, കുറഞ്ഞത് 3 ആഴ്ചത്തെ സമയമെങ്കിലും അനുവദിക്കണമെന്ന ഒരു നിർദ്ദേശമായിരുന്നു, എന്ന ഒരു ആവശ്യമായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ തുടർന്നാണ് സുപ്രീം കോടതി ഇതിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. ഇതിനിടയിൽ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ വാദിക്കാൻ വേണ്ടി തുടങ്ങിയെങ്കിലും സുപ്രീം കോടതി പറഞ്ഞത് തങ്ങളുടെ ഉത്തരവ് കഴിയുന്നതുവരെ കാത്തിരിക്കുക, ഏതെങ്കിലും കാരണവശാൽ ഉത്തരവിന് ശേഷം അദ്ദേഹത്തിന് അതൃപ്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് തങ്ങൾ കേൾക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ വിധി പ്രസ്താവം ആരംഭിച്ചിരിക്കുന്നത്. വിധിയിൽ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് സുപ്രീം കോടതി അല്പസമയത്തിനുള്ളിൽ കടക്കുന്നതായിരിക്കും. അതായത് എന്തായിരിക്കും കോടതിയുടെ നിർദ്ദേശം എന്നതിനെ സംബന്ധിച്ചുള്ള ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ രേഖകൾ പരസ്യപ്പെടുത്താൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടതായുള്ളത്. അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിധിയുടെ ഓപ്പറേറ്റിംഗ് പാർട്ടിലേക്ക് കോടതി കടക്കുമ്പോൾ അക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകുന്നതായിരിക്കും. ദിവിഷ്.
ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ കുറച്ച് സമയത്തിനകം തന്നെ എന്താണ് കോടതി ഇക്കാര്യത്തിൽ അന്തിമമായി പറയാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു.